ആർമീസ് വന്നു. 1 million 2 million. വരട്ടെ എത്ര ആർമീസ് വരും എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാരും വന്നു തോന്നുന്നുണ്ട്. ഇവരൊക്കെ ഞാൻ സംസാരിക്കണമെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കൂ. പക്ഷേ ഞാൻ ഇന്നത്തെ ലൈവിൽ സംസാരിക്കാൻ പോണില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ. ഞാൻ ഇന്നത്തെ ലൈവിൽ വെറുതെ നിന്ന് പാട്ടുകൾ എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാരെയും റിയാക്ഷൻ എന്താണെന്ന് കാണാം. എന്നെ സത്യസന്ധമായി ഇഷ്ടപ്പെടുന്ന ആർമീസ് ഇവിടെ ഉണ്ടെങ്കിൽ ആരിവിടുന്ന് പോകില്ല. അല്ലാത്ത ആർമീസ് ഇപ്പി ലൈവ് വിട്ട് ഇറങ്ങിപ്പോകും. എന്നെ ഇഷ്ടപ്പെടുന്ന ആർമീസ് ഞാൻ എൻജോയ് ചെയ്യുന്ന കാണുമ്പോഴും ഇഷ്ടപ്പെടണമല്ലോ. ഞാൻ എടുത്തൊരു സൈക്കോ തന്നെയല്ലേ, എനിക്ക് വയ്യ. ഇതിപ്പോ ആരോടും ചെയ്യാൻ പറ്റില്ലല്ലോ. വെറുതെ നിന്നിങ്ങനെ വൈബടിക്കാം. പിന്നെ ഞാൻ പട്ടാളത്ത് പോയി ഗതികിട്ട് ബേഡ് ചെയ്തെടുത്ത ഈ പാടെ എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് കാണാമല്ലോ. അങ്ങനത്തെ ദുരുദ്ദേശം ഒന്നും എന്റെ ലൈവിനില്ലെങ്കിലും ചെറുതായിട്ടൊരു നല്ല ഉദ്ദേശമൊക്കെ ഉണ്ട്. ഭാരതമെന്നാൽ പാരിനടുവിൽ തീക്കുട്ടന്റെ ബോഡിയല്ലോ. യെസ്, അങ്ങനെ ഞാൻ വളരെ വിജയകരമായി വെറുതെ നിന്ന് ഡാൻസ് കളിച്ച് 1/2 മണിക്കൂർ കഴിച്ചിരിക്കുന്നു. ഇനി എത്ര ആർമീസ് ഇവിടെ ബാക്കിയുണ്ടെന്ന് നോക്കാം. ഓ മൈ ഗാഡ്, എന്റെ ട്രൂ ഫാൻസ് ഇനി ഇവിടെ ബാക്കിയുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ മോശമാണ്. അപ്പൊ ആർമീസേ, നിങ്ങൾ തേക്കുട്ടൻ നിങ്ങൾ നന്നായി കണ്ടില്ലേ? തേക്കുട്ടൻ ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? പിന്നെ തേക്കുട്ടന്റെ ഈ ബോഡി കൂടി നിങ്ങൾ കണ്ടല്ലേ? എന്നാൽ തേക്കുട്ടൻ പോവാണേ. ഇനി നെക്സ്റ്റ് ടൈം ഇങ്ങനത്തെ വെറൈറ്റി ലൈവുകളുമായിട്ട് തേക്കുട്ടൻ വരുന്നതായിരിക്കും. ബൈ ബൈ.